നമ്മൾ കാത്തിരുന്ന NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. ഇനി ഒരു മാസത്തെ ടൈമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട. വളരെ പ്രധാനപ്പെട്ട റെയിൽവേ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകൾ ചേർന്നതാണ് NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് റെയിൽവേ ഗ്രാജുവേറ്റ് ലെവലിന്റെ പോസ്റ്റുകളും ഈ ഗ്രാജുവേറ്റ് ലെവലിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മുതലായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് പോകേണ്ടത് NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് വരുന്ന ഏതൊക്കെയാണ് പോസ്റ്റുകൾ. വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ റെയിൽവേ എക്സാമുകളെ കുറിച്ച് അല്ലെങ്കിൽ NTPC എക്സാമിനെ കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ? റെയിൽവേയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗൂഡ്സ് ട്രെയിൻ മാനേജർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ, ട്രാഫിക് അസിസ്റ്റന്റ്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ, അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് മുതലായ പോസ്റ്റുകളാണ് എന്തിനകത്ത് വരുന്നത്? ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ പേ ലെവൽ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ നമ്മളുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും പേ ലെവൽ 6 വരുന്നതാണ്. പേ ലെവൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി ഉള്ള പോസ്റ്റുകളാണ് പേ ലെവൽ 6 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു 75,000 ഒക്കെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന പോസ്റ്റുകളാണ് പേ ലെവൽ 6 എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. കൂടാതെ പേ ലെവൽ 5 വന്ന ഗൂഡ്സ് ട്രെയിൻ മാനേജർ, അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ്, സീനിയർ ക്ലർക്ക് പോസ്റ്റുകൾ. അപ്പൊ ഇതിലെല്ലാം വേക്കൻസി ഇല്ലേ? നിങ്ങൾ നോക്കിയേ, ടോട്ടൽ എത്ര വേക്കൻസി ഉണ്ട്? 5817 വേക്കൻസിയാണ് NTPC ഗ്രാജുവേറ്റ് ലെവൽ വിളിക്കുന്നത്. എല്ലാ വർഷവും റെയിൽവേയുടെ പരീക്ഷകൾ, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ വരുന്ന പരീക്ഷകൾ എല്ലാ വർഷവും വരികയാണ്. ഈ വർഷത്തെ 2024 NTPCയുടെ പരീക്ഷകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2025 ഇപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുക. 2026 വീണ്ടും പരീക്ഷ വരാനായിട്ട് പോവാ. അപ്പൊ മക്കളെ, ഇതൊരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അവസരമാണ് റെയിൽവേ സർവീസിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താന്ന് ചോദിച്ചാൽ, നാട്ടിൽ ഒരു ജോലി മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒന്ന് പരിശ്രമിച്ച് നോക്കാൻ പറ്റുന്ന പരീക്ഷകളാണ് സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ എക്സാമുകൾ. ഇപ്പൊ ദിശ അക്കാഡമിയെ സംബന്ധിച്ച് വളരെ യങ്ങർ ഏജിലുള്ള, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ യങ്ങർ ഏജിലുള്ള വിദ്യാർത്ഥികൾ ജോലിക്ക് കയറിയ വർഷങ്ങളാണ് ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർവീസിൽ വരുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. കസ്റ്റംസ്, GST, ഇൻകം ടാക്സ്, അതുപോലെ CBI, NIA പോലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, റെയിൽവേയുടെ ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും അട്രാക്റ്റീവ് പോസ്റ്റുകളാണ്, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ സാഹചര്യം മനസ്സിലാക്കി ഇപ്പൊ SSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. കൂടാതെ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ സമയം കളയാതെ, അതായത് നമുക്ക് ഒരു മാസം സമയമുണ്ട് എങ്കിലും നിങ്ങൾ ടൈം കളയാതെ എന്ത് ചെയ്യുക, ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഉടനെ തന്നെ അവസാനം വരെ കാത്തിരിക്കാതെ അപ്ലൈ ചെയ്യുക. എനിക്ക് NTPC ഗ്രാജുവേറ്റ് ലെവലിന് വേണ്ട ഏജ് ലിമിറ്റ് ഒന്ന് പറഞ്ഞു തരണം എന്നുണ്ട്. നമുക്ക് 2 ടൈപ്പ് എക്സാമുകളുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്, അതായത് +2 ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷയുണ്ട്, ഡിഗ്രി ഉള്ളവർക്ക് വേണ്ട. അപ്പം ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 33 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇപ്പൊ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 20 ഇയേഴ്സ് കാണും. 20 to 33 ഇയേഴ്സ് വരെ വരുന്ന ആളുകൾക്കാണ് എന്തുള്ളത്, ഇതിന്റെ ഏജ് ലിമിറ്റ്. 33 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ SSC ഒക്കെ ഒരു 31 ആണെങ്കിൽ റെയിൽവേ വരുമ്പോൾ ഒരു 33 വയസ്സ് വരെ കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷമൊക്കെ കോവിഡിന്റെ റിലാക്സേഷൻ ഉണ്ടായതുകൊണ്ട് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ ജനറൽ കാറ്റഗറി ആളുകൾക്ക് എത്ര വയസ്സ് വരെയാ? 20 വയസ്സ് മുതൽ ഒരു 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാം. അപ്പൊ കേരളത്തിലുള്ള ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരും, കാരണം നമ്മുടെ മലയാളികൾ നന്നായി പഠിക്കുന്നവരാ, നല്ല കൃത്യമായിട്ട് ഗ്രാജുവേഷൻ ഒക്കെ എടുത്തു പോകുന്ന ആളുകളാണ്. അപ്പൊ എന്ത് ചെയ്യണം,
നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള PSCയുടെ പരീക്ഷകൾ അപ്ലൈ ചെയ്യുന്ന ഏതൊരാൾക്കും ഈ എക്സാം ഒരു ചലഞ്ചാണ്. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു PSC ലെവലിൽ പഠിച്ചാൽ പോരാ. അതുകൊണ്ട് PSC ലെവലിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലല്ല നിങ്ങൾ ഇതിന് പഠിക്കേണ്ടത്. ഒരു സ്റ്റാഫ് സെലക്ഷൻ മോഡൽ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ റെയിൽവേ മോഡൽ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ വേണം. ഇപ്പൊ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ അറിയാം, ഏകദേശം 3300ഓളം ക്ലാസ്സുകൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കയറി കാണാം, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ ആ ഒരു ഓറിയന്റേഷനിൽ വേണം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ, ഇതിനു വേണ്ടി തയ്യാറെടുക്കാൻ. അപ്പൊ ഏജ് ലിമിറ്റ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി എന്താ കുറെ ആളുകൾ എന്നോട് ചോദിക്കുന്നത്, സാർ ഏജ് റിലാക്സേഷൻ ഒന്ന് പറഞ്ഞു തരാമോ? കൃത്യമായിട്ട് പറഞ്ഞു തരാം. ദാ മക്കളെ, OBC കാറ്റഗറിക്കാർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. SC STO 5 ഇയർ ഉണ്ട്. എക്സ് സർവീസ് കാറ്റഗറി ആളുകൾക്ക് ഉണ്ട് 3, 6, 8 എന്ന് പറഞ്ഞ് എക്സ് സർവീസിൽ തന്നെ UR വരുന്നവർക്ക്, OBC വരുന്നവർക്ക്, SC ST വരുന്നവർക്ക്. മനസ്സിലായോ? ഫിസിക്കലി വിത്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള ചിലർക്ക് ചില പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. അവർക്ക് 10 ഇയേഴ്സ്, 13 ഇയേഴ്സ്, 15 ഇയേഴ്സ് എന്ന് പറഞ്ഞ് ഈ ജനറൽ, OBC, SC ST എന്ന കാറ്റഗറിയിൽ റിലാക്സേഷൻസ് ഉണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കിക്കോണം. പിന്നെന്താണ്, റെയിൽവേയിൽ തന്നെയുള്ള ജോലിയുള്ളവർക്ക് ചില റിലാക്സേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്നോട് ചില ആളുകൾ ചോദിച്ചാണ്, വിഡോവ്ഡ് ആയിട്ടുള്ളവർക്ക്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷൻസ് ഇതാ ഇവിടെ കിടപ്പുണ്ട് കൃത്യമായിട്ട്. അപ്പൊ മനസ്സിലായല്ലോ, 35, 38, 40 എന്ന രീതിയിലേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. എന്റെ ലാസ്റ്റ് വീഡിയോയിൽ കുറെ പേര് ചോദിച്ചതാണ്, സാർ ഏജ് റിലാക്സേഷൻ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാമോ എന്ന്. ഒരു ഡൗട്ടും ആവശ്യമില്ല. OBC കാർക്ക് 3 വർഷം, SC ST 5 ഇയേഴ്സ്, അതുപോലെ തന്നെ എന്താണ്, എക്സ് സർവീസ് കാറ്റഗറി ജനറൽ ആണെങ്കിൽ 3 ഇയർ, OBC ആണ് 6 ഇയർ, SC ST ആണ് 8 ഇയർ, അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് 10 ഇയർ, 13 ഇയർ, അതുപോലെ 15 ഇയേഴ്സ് എന്നുള്ള രീതിയിലുണ്ട്. എല്ലാ പോസ്റ്റുകളും അല്ല, ചില പർട്ടിക്കുലർ പോസ്റ്റുകളാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തു തരാം. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് കുറെ കൂടെ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് സാർ, ഒരുപാട് പേര് ചോദിച്ചതാണ്. അപ്പൊ മക്കളെ, എനി ഡിഗ്രിയാണ്, എനി ഡിഗ്രി മതി, അല്ലാതെ വേറെ യാതൊരു കാര്യവുമില്ല. നോക്കൂ, ഏതാണ്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ട്രെയിൻ ഗുഡ്സ് മാനേജർ, ജൂനിയർ അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ളവർക്ക് ഇവിടെ ടൈപ്പിംഗ് പ്രൊഫഷ്യൻസി, ഈ അക്കൗണ്ട് ക്ലർക്കൽ പോസ്റ്റുകൾക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ 3 പോസ്റ്റുകൾക്ക് എന്തില്ല, ടൈപ്പിംഗ് ടെസ്റ്റ് ഒന്നും ഇല്ല. അത്യാവശ്യം എന്ത് മാത്രം മതി, ഒരു ഡിഗ്രി, ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നിങ്ങൾ എന്തായിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടിയല്ലോ. ഏജ് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്ന് കിട്ടി, എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. അപ്പോ ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ പലരും ചോദിക്കുന്നതാണ്, സാർ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഇത് പലരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. നോക്കൂ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ B2 ആണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് B2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ? നിങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പോയിട്ട് ഈ സ്റ്റാൻഡേർഡ് പറഞ്ഞ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ A2 വേണം. ഗൂഡ്സ് ട്രെയിൻ മാനേജർ ആണെങ്കിലും A2 വേണം. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ആണെങ്കിൽ C2 മതി. സീനിയർ ക്ലർക്ക്, അപ്പൊ ഇതിങ്ങനെയാണ് A1, B1, A2, B2, B1, B2, C1, C2, ഇങ്ങനെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ പോകുന്നത് കേട്ടോ. ഇങ്ങനെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പോകുന്നത്. അതിൽ ഈ പോസ്റ്റുകൾക്ക് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വിഷൻ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കൃത്യമായിട്ട് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാം. ഇത്ര നോക്കി, നിങ്ങൾ പോയിട്ട് നോക്കേണ്ടത്, A2 ആണെങ്കിൽ 6/9 ആണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വരേണ്ടത്. A3 ആണെങ്കിൽ 6/9 ആണ്. ഈ കണ്ടീഷൻസ് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണം. B2 ആണെങ്കിൽ 6/9 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. കണ്ണാടി വെക്കുന്നതിന് പ്രശ്നമില്ലാത്ത കേസാണ്. 6/12 6/8 ആണ് C2 വരേണ്ടത്. അപ്പൊ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഐ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പോയി ചെക്ക് ചെയ്ത് നോക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് ഈ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നല്ലോ. എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു തന്നു, എന്താണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു തന്നു, ഏജ് റിലാക്സേഷൻസ് ഞാൻ പറഞ്ഞു തന്നു, കൂടാതെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ത് കീപ്പ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി ഒരിക്കലും സമയം കളയാൻ പാടില്ല. എല്ലാ വർഷവും നമുക്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ വർഷം പിടിക്കണം മക്കളെ. ഇനി അതല്ല, ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്, 6 മാസം കൊണ്ടൊക്കെ പഠിച്ച് നമ്മുടെ കൂടെയുള്ള പിള്ളേര് എന്തുണ്ടാക്കുന്നുണ്ട്, റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങൾ ആക്റ്റീവായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ, എനർജറ്റിക്കലായിട്ട് ട്രൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. കുറെ പേരുടെ ചോദ്യം, സാർ കുറച്ച് സമയം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ? കിട്ടും. നമ്മുടെ യൂട്യൂബ് ചാനലിലെ സക്സസ് വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്ക്. പക്ഷെ കുറച്ച് സമയം എങ്ങനെ പഠിക്കണം, വളരെ ആത്മാർത്ഥവുമായിട്ടും സീരിയസ് ആയിട്ടും പഠിക്കണം. ഞാൻ എപ്പോഴും പറയും മക്കളെ, ഒരു 6 മാസം നിങ്ങൾ ആ ബേസിക് കവറപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം. അതിനുശേഷം ധാരാളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, കമ്പൈൻ സ്റ്റഡികൾ യൂസ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ, എക്സാമുകൾ അപ്ലൈ ചെയ്ത് എഴുതി നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു മോഡിലേക്ക് കൃത്യമായിട്ട് എത്തും. പറഞ്ഞത് മനസ്സിലായോ? ഇനി എന്താണ് പഠിക്കേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത്. എന്തൊക്കെയാ വരുന്നത്?
ഒന്ന് മനസ്സിലാക്കിയിരുന്നോ? ആദ്യം നമ്മളൊരു CBT-1 പരീക്ഷ എഴുതണം. CBT-2 പരീക്ഷയാണ്. ഈ പരീക്ഷയ്ക്ക് എന്താ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ആവശ്യമുള്ളതിന് മാത്രം സ്കിൽ ടെസ്റ്റ് നടത്തും, അത് ഞാൻ കാണിച്ചു തന്നു. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണ് എന്ത് ചെയ്യുന്നത്. ഒരു 5 ഘട്ടങ്ങളാണ് വരുന്നതെങ്കിലും അവസാനത്തെ 3 ഘട്ടങ്ങൾ ടൈപ്പിംഗ് ആവശ്യമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഐ ടെസ്റ്റ് ആണ് മെയിൻലി അതിനകത്ത് വരുന്നത്. അപ്പോൾ 1ഉം 2ഉം പരീക്ഷകളാണ് ഏറ്റവും നിർണായകമായിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കവറപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും നിർണായകമായി നമ്മൾ പരീക്ഷ കവറപ്പ് ചെയ്യുക, 2 എക്സാമുകൾ ക്വാളിഫൈഡ് ആവുക. പറ്റത്തില്ലേ മക്കളെ? ഇത്രയും പഠിച്ചാൽ മതി. എന്താ പഠിക്കണ്ടേ? മനസ്സിലാക്കിയോ? ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് പ്ലസ് ജനറൽ സയൻസ് പഠിക്കണം മക്കളെ. എന്തുവാണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. ജനറൽ അവയർനെസ്സിനകത്ത് എന്തൊക്കെയുണ്ട്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സ്ട്രാറ്റജിക്ക്, കറണ്ട് അഫയേഴ്സ് മുതലായ കാര്യങ്ങളാണ് വരുന്നത്. എന്തിനകത്ത്? ഇതെല്ലാം കൂടെ ചേർത്ത് 40 ക്വസ്റ്റ്യൻസും 40 മാർക്കുമാണ് വരുന്നത്. ജനറൽ സയൻസിനൊക്കെ കൃത്യമായി 20 മാർക്കിന്റെ വെയിറ്റേജ് തന്നെ ഉണ്ട്. മാത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള മാത്സ് ഉണ്ടല്ലോ, നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രപ്പോർഷൻ, ഇങ്ങനെ വരുന്ന ടോപ്പിക്കുകൾ എല്ലാം കൂടെ ചേർത്ത് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. പിന്നെ ലോജിക്കൽ റീസണിങ്, നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് അളക്കുന്ന ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, കോഡിങ്, സീറ്റിംഗ് പോലെയുള്ള ഏരിയകളിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസും 100 മാർക്കും വരുന്ന 90 മിനിറ്റ്സ് പരീക്ഷയാണ് CBT-1 എന്ന് പറയുന്നത്. ആ പരീക്ഷ നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ CBT-2 എന്ന് പറഞ്ഞൊരു പരീക്ഷ, അതായത് ആളുകളെ സോർട്ട് ചെയ്യാൻ വേണ്ടി, ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് CBT-1 പരീക്ഷ. CBT-1 പരീക്ഷ കഴിഞ്ഞാൽ CBT-2 പരീക്ഷ വളരെ സീരിയസ് ആയി കാണുന്ന ആളുകളെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് CBT-2 പരീക്ഷ വരുന്നത്. CBT-2 പരീക്ഷയ്ക്കകത്ത് നിങ്ങൾ പുതുതായിട്ട് ഒന്നും പഠിക്കണ്ട, ഒരു സാധനവും പുതുതായിട്ട് പഠിക്കണ്ട. എന്താണോ CBT-1 പഠിച്ച് അതേ സാധനങ്ങളെ ഒന്നുകൂടി മനസ്സിലാക്കി പഠിക്കുക. എന്താണ്? ജനറൽ അവയർനെസ്, മാത്സ്, റീസണിങ്. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഒന്നുകൂടി 50, 35, 120 ക്വസ്റ്റ്യൻസ് 120 മാർക്ക്, 90 മിനിറ്റ്സ് പരീക്ഷയാണ് അവിടെയും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് പഠിക്കേണ്ടതെന്ന്? അപ്പോൾ കൃത്യമായി ഒരു വിഷൻ വെച്ച് പഠിക്കുന്നവർക്ക് സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്, റെയിൽവേയുടെ പരീക്ഷ, റെയിൽവേയുടെ NTPC ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഗ്രൂപ്പ് D വരുന്നുണ്ട്. റെയിൽവേ എല്ലാ വർഷവും ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾ ചേർത്ത് അത്യാവശ്യം ഇപ്പോൾ ഒരു 10-70,000 വേക്കൻസി ഒരു വർഷം ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി RPF ഉടനെ നവംബറിൽ വിളിക്കാൻ പോവുക. അപ്പോൾ ഈ ഒരു അവസരം നമ്മുടെ മലയാളികളായിട്ടുള്ള കേരളത്തിലുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ദിശ അക്കാഡമി 2019 മുതൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേരളത്തിൽ ഈ വിവരം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരളത്തിൽ 5 ഓഫ്ലൈൻ അക്കാഡമികളുണ്ട്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, തൃശ്ശൂർ, കോഴിക്കോട്, അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് 5 ഓഫ്ലൈൻ അക്കാഡമികളുണ്ട്. ഓഫ്ലൈനായി നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ കേരളത്തിനകത്തും വെളിയിലും ഒരുപാട് വിദ്യാർത്ഥികൾ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നുണ്ട്. ഇനി ഫ്രീ ആയിട്ട് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ദിശ അക്കാഡമി യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ പോയി നോക്കിയാൽ മതി. നിങ്ങൾക്ക് വർഷങ്ങളായുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർമി എക്സാമുകൾക്ക് വേണ്ടി ആർമി ചാനലുണ്ട്, ബാങ്കിങ് എക്സാമുകൾക്ക് വേണ്ടി ബാങ്കിങ് ചാനലുണ്ട്. അതുപോലെ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ചാനലുണ്ട്. ദിശ അക്കാഡമി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റെയിൽവേ, SSC, ബാങ്കിങ് എക്സാമുകളാണ്. അതായത് ഒരേ രീതിയിൽ മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പോലുള്ള പരീക്ഷകൾക്ക് പ്രാധാന്യമുള്ള, GK പ്രാധാന്യമുള്ള പരീക്ഷകൾക്ക് ആണ് അക്കാഡമി ഫോക്കസ് ചെയ്യുന്നത്. ഒരു അത്യാവശ്യം റേഞ്ചിൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കണം. ഞാനതാ പറഞ്ഞത്, ഒരു PSCയുടെ ലൈനപ്പിലാണ് പഠിക്കുന്നതെങ്കിൽ പല PSC ലൈനപ്പ് ആളുകളും നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പഠിച്ചാൽ ഇതങ്ങ് കിട്ടും എന്ന രീതിയിൽ. ഞാൻ പറയുന്നു, ഒരിക്കലും അങ്ങനെയല്ല പഠിക്കേണ്ടത്. വളരെ ഗൗരവത്തിൽ, വളരെ സീരിയസ് ആയിട്ട്. നിങ്ങൾക്കറിയാമല്ലോ PSCക്കൊക്കെ വരുന്ന മാത്സ് എത്ര? 10% അല്ലെങ്കിൽ 20% മാത്സ് ഉണ്ട്. ബാക്കി 80% GK. ഇവിടുത്തെ സ്ഥിതി അതാണോ? അതാണ് സബ്ജക്റ്റുകൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതിന്റെ അപ്രോച്ച് തന്നെ വേറെയാണ്. അത് കൃത്യമായി ആ രീതിയിൽ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയുകയാണ്. നന്നായിട്ട് പഠിക്കണം. ഈ അവസരം പാഴാക്കാതെ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പൊ ദിശ അക്കാഡമിയുടെ പുതിയ റെയിൽവേ NTPC ബാച്ച് ഈ വരുന്ന നവംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സുകൾ കേരളത്തിനകത്തോ പുറത്തോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. എല്ലാ മന്തും നമുക്ക് ഓഫ്ലൈൻ ബാച്ചുകൾ, ഓഫ്ലൈൻ സെന്ററുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നവംബർ 5-ാം തീയതി മുതൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ രീതിയിലും ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യാം,
അഡ്മിഷൻസ് നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും വിലപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളുടെ സുഹൃത്തുക്കൾ കൂടി ഇതിന് അപ്ലൈ ചെയ്യട്ടെ, അവരും പഠിക്കട്ടെ. കൂടാതെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.